രാഷ്ട്രീയം ആണ് കുറച്ച് സംസാരിക്കുന്നത്. ഡോക്ടർക്ക് അത്ര പരിചയമല്ലെങ്കിൽ പോലും രോഗികളുടെ ജീവനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ആശുപത്രിയിലെ അടിയന്തര ചികിത്സ അർഹിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ അത്യാഹിത വിഭാഗങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഡോക്ടറുടെ പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വളരെ വ്യക്തമായ മാറ്റങ്ങൾ വരേണ്ട ഒരു രീതി നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനത്ത് ഒരു എലക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സർജറിക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു, ഒരു തൈറോയിഡിന്റെ ഒരു സർജറി വേണം. വളരെ നമുക്ക് സർക്കാർ സ്വകാര്യ സംവിധാനങ്ങളിൽ വളരെ പെട്ടെന്ന് സർജറി ചെയ്യാനുള്ള ഒരു രീതി നമുക്കറിയാം. പല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഓപ്പറേഷനുകൾ നമുക്ക് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ആഴ്ചകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലവിലുണ്ട്. അത് രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ പറയുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഞാൻ എപ്പോഴും എല്ലാ സമയത്തും പറയുന്നത് പോലെ തന്നെ ഒരിക്കലും ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു UDF-ന്റെയോ LDF-ന്റെയോ നേട്ടമൊന്നുമല്ല. ഇത് ശരിക്കും ഈ ആരോഗ്യ മേഖലയിൽ കേരള മോഡൽ ഉണ്ടായത് ശരിക്കും രാജഭരണ കാലഘട്ടം മുതൽ കേരളത്തിലെ ആരോഗ്യ മേഖല വളരെ മുന്നിലാണ്. അതിനും അടിസ്ഥാനപരമായ കാരണം അതിപ്പം LDF-ഉം UDF-ഉം മാറി വന്ന സർക്കാരുകളെല്ലാം തന്നെ 1950 മുതൽ തന്നെ, ഞങ്ങൾക്ക് പഠിക്കുന്ന കാലഘട്ടം മുതൽ തന്നെ കേരളം എന്തുകൊണ്ട് റോൾ മോഡലാണെന്നും അതിന്റെ കാരണങ്ങളൊക്കെ ചോദിക്കുന്ന ചാപ്റ്ററുകൾ തന്നെയുണ്ട്. അപ്പൊ അതിനൊരു അടിസ്ഥാനപരമായ കാരണം അവിടെ നിൽക്കേ അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം കുതിക്കുമ്പോൾ നമ്മുടെ എമർജൻസി ട്രീറ്റ്മെന്റിൽ സമൂലമായ പരിവർത്തനം നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ എമർജൻസി കെയർ നമ്മൾ ഇപ്പോഴും വളരെ 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 പിന്നിലാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും TV ചാനലിൽ കാണാം, ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഓർഗൻ ഡൊണേഷന് വേണ്ടിയിട്ട് ഒരു വാഹനം സഞ്ചരിക്കുവാനായിട്ട് കേരളത്തിലുടനീളമുള്ള ചാനലുകളൊക്കെ വഴിമാറൂ എന്ന് പറയുന്ന പ്രചരണം നടത്തിക്കൊണ്ട് നമുക്ക് അതിനൊക്കെ അപൂർവം അതൊരു റുട്ടീൻ പ്രോസസ്സായി മാറുന്ന അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന എമർജൻസി കെയറിൽ സമൂലമായ മാറ്റം വരണം. ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഇന്ന് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് സമാനമായ സംഭവങ്ങൾ നിത്യേന നടക്കുന്നുണ്ട് എന്നുള്ളത്, കാലാകാലങ്ങളായി നടക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് കാരണം ഞാൻ വളരെ പേഴ്സണലായി എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു എക്സാമ്പിൾ പറയാം. എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് ഡോക്ടറാണ്. അദ്ദേഹം ഫിസിഷ്യനാണ്, വളരെ മുതിർന്ന ഒരു ഫിസിഷ്യനാണ്. അദ്ദേഹത്തിന് തിരുവനന്തപുരം നഗരാതിർത്തിയിൽ വെച്ച് വാഹനം ഓടിക്കുമ്പോൾ അദ്ദേഹത്തിന് ചെസ്റ്റ് പെയിൻ വരുന്നു. അപ്പൊ അദ്ദേഹം കരുതുന്നു, അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നു, ഇതൊരു ഹാർട്ട് അറ്റാക്കിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലേക്ക് കാർ ഓടിച്ച് വരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രമുഖ ആശുപത്രിയിലേക്ക് എത്തണമോ, മെഡിക്കൽ കോളേജിൽ എത്തണമോ അല്ലെങ്കിൽ സ്വന്തം ആശുപത്രിയിലേക്ക് എത്തണമോ എന്നുള്ള കാര്യത്തിൽ അത്രയും ഒരു ട്രാഫിക് ബ്ലോക്ക് അദ്ദേഹം പരിഗണിച്ചുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് പോകുന്നു, ജില്ലാ ആശുപത്രിയിലേക്ക്, പെരിഫറിയിലുള്ള ഒരു ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ സംഭവിച്ചത്, അദ്ദേഹം അവിടെ വർക്ക് ചെയ്ത ഡോക്ടറാണ്, പക്ഷെ അദ്ദേഹത്തെ തിരിച്ചറിയാതെ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തോട് ഒരു 100 മീറ്റർ അകലെയുള്ള OP ടിക്കറ്റ് എടുത്തു വരാനായിട്ട് ആവശ്യപ്പെടുന്നു. ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തെ മറ്റൊരു ഡോക്ടർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും അദ്ദേഹത്തിനെ കിടത്തുകയും മറ്റു ചികിത്സ ഉടനെ തന്നെ അദ്ദേഹത്തെ അത്യാഹിത വിഭാഗത്തിലേക്ക്, മീൻസ് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റുകയും ഒക്കെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയ ഒരു അവസ്ഥ ഉണ്ടായി. ഇതുപോലെ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ നിരവധി ഉണ്ട്. അപ്പൊ നമുക്ക് സിസ്റ്റത്തിൽ ഒരു വ്യത്യാസം വരുത്തണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. സിസ്റ്റം എവിടെയാണ് തുടങ്ങുന്നത്? ആശുപത്രിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ മുതൽ അല്ലെങ്കിൽ അവിടെ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന ആള് മുതൽ ചികിത്സിക്കുന്ന ഡോക്ടർ വരെയുള്ള ഒരു സിസ്റ്റമാണ് മാറേണ്ടത്. ഏതെങ്കിലും കുറച്ച് ഡോക്ടർമാരോ അല്ലെങ്കിൽ മൊത്തം സിസ്റ്റത്തിലില്ലാത്ത മാറ്റങ്ങളെ ഇതിന് ഭാഗികമായ ചികിത്സ മാത്രമേ ആകുകയുള്ളൂ. നമുക്കറിയാം, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ, സർക്കാർ ആരോഗ്യ മേഖലയിലെ സ്റ്റാഫ് പാറ്റേൺ ഇപ്പോഴും 1950കളിൽ നിന്ന സ്റ്റാഫ് പാറ്റേണുമായിട്ടാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഒരു രോഗിക്ക് ഏറ്റവും കുറച്ച് ഒരു 10 മിനിറ്റെങ്കിലും നൽകണമെന്ന് വിവിധ പ്രൊഫഷണൽ ഓർഗനൈസേഷനുകൾ ആവശ്യപ്പെടുമ്പോൾ ഒരു രോഗിക്ക് 10 സെക്കൻഡ് നൽകേണ്ട രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല നിൽക്കുകയാണ്. അത് ഇന്നല്ല, അത് ഏതാണ്ട് ദശാബ്ദങ്ങളായിട്ട് അങ്ങനെയാണ് സർക്കാർ മേഖലയിലെ അപ്പോ ഈ ട്രയാഡ് സിസ്റ്റത്തിന്റെ കാര്യം നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്കൊരു ട്രയാഡ് സിസ്റ്റം വരികയാണെങ്കിൽ ഏറ്റവും ചെസ്റ്റ് പെയിൻ ഇസ് ആൻ എമർജൻസി. അത് ചിലപ്പോൾ ഒന്നുമില്ലാത്ത ചെസ്റ്റ് പെയിൻ ആയിരിക്കാം, പക്ഷെ വളരെ ബുദ്ധിമുട്ടുള്ള ചെസ്റ്റ് പെയിൻ ആയിരിക്കാം. പക്ഷെ ആ ചെസ്റ്റ് പെയിനെ തിരിച്ചറിയുകയും ഒരു ട്രയാജിങ് സിസ്റ്റത്തിലൂടെ അദ്ദേഹത്തിനെ പെട്ടെന്ന് ECG എടുക്കുകയും മറ്റു ട്രീറ്റ്മെന്റുകളിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് എത്തുവാനുള്ള സംവിധാനം നമുക്ക് എല്ലായിടത്തും ഇല്ല. അതൊരു വസ്തുതയാണ്. അപ്പൊ ആ വസ്തുത നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ്? ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോഗ്യ മേഖലയിൽ നാം ഈ
ഒരു വ്യത്യാസം. നമ്മൾ ഏതാണ്ട് 1950 മുതൽ കേരള മോഡൽ നിലനിന്നെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ നമുക്ക് വീണ്ടും ആരോഗ്യ മേഖലയിലെ ഈ ഒരു റോൾ മോഡൽ ഒരു 10 കൊല്ലം അല്ലെങ്കിൽ 50 കൊല്ലം കഴിയുമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ കേരളത്തിൽ സമൂലമായ മാറ്റം വരണം എന്നൊരു സംശയമില്ല. മുൻകാലത്തെ നേട്ടങ്ങൾ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ് വിഹിതം വളരെ 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 തുച്ഛമാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും 1950-കളിലെ സ്റ്റാഫ് പാറ്റേണിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴും മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അതിനെ മാറ്റുകയും ആ സ്റ്റാഫ് പാറ്റേൺ ഡോക്ടർമാര് മാത്രമല്ല ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാര്, നഴ്സിംഗ് അസിസ്റ്റന്റുമാര്, ക്ലീനിങ് സ്റ്റാഫ് തുടങ്ങിയ എല്ലാ മേഖലയിലും ഡോക്ടർമാരുടെ എണ്ണം ഗണ്യമായി കൂട്ടണം. അപ്പൊ ഗണ്യമായി ഇപ്പോഴുള്ളതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും നമുക്ക് ഉണ്ടായാൽ മാത്രമേ ആരോഗ്യ മേഖലയ്ക്ക്, സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ വിഭാവന ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് നൽകുകയും കേരള മോഡൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ സിസ്റ്റം തകരാറ് ഇന്ന് വന്നതാണോ അതോ 10 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണോ 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും എത്രയോ കൊല്ലങ്ങളായിട്ട്, എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഇവിടെ നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു ശാസ്ത്രീയമായ ഒരു വസ്തുത. അതിനെ മാറണമെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, രാഷ്ട്രീയത്തിന് അതീതമായിട്ട്, ഇതൊക്കെ നമ്മുടെ എല്ലാം ജീവന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 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 സമൂലമായ പരിവർത്തനം ഉണ്ടാവണം. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്, കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ 60 to 70% ആൾക്കാർ ഇപ്പോഴും പോകുന്നത് സ്വകാര്യ മേഖലയിലേക്കാണ്. ഞാൻ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഡോക്ടറാണ്. പക്ഷെ സ്വകാര്യ മേഖല ഇവിടുത്തെ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരെയും കൂടെ, ഒരു പക്ഷേ പലർക്കും നമുക്ക് ഉണ്ടാകുന്ന ഒരു സ്വകാര്യ മേഖലയെ ശത്രുപക്ഷത്ത് നിർത്തി കാണാൻ പറ്റില്ല. ഇവിടെ